തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു എഗ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പത്തിന്, ഇടിയപ്പത്തിന്, പുട്ട്, ബ്രെഡ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടൊരു സ്റ്റൂ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, സവാള, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് അളവൊന്നുമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഉരുളൻകിഴങ്ങ് മാത്രമായിട്ടും എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഞാനൊരു ഒരു മുറി തേങ്ങയുടെ 2 പാലാണ് ഒഴിച്ചത്. ഒരു കഷ്ണം കറുവാപ്പട്ടയും 2 ഏലക്ക ചതച്ചതും 2 ഗ്രാമ്പൂ ചതച്ചതും കൂടി ഇട്ടു. കുറച്ച് കറിവേപ്പിലയും വെച്ചു. ഇനി അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ വേവിക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. സ്റ്റൂവിൻ്റെ കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് കിട്ടണം, ഇല്ലെങ്കിൽ വെറുവരെ കിടക്കും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഉരുളൻകിഴങ്ങ് മാറ്റുന്നുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ച് തേങ്ങ 1-ാം പാലിൻ്റെ കൂടെ ചേർക്കണം. തേങ്ങയുടെ 1-ാം പാൽ നമ്മൾ പിഴിഞ്ഞു വെച്ചേക്കുന്നതിൻ്റെ കൂടെ അതും കൂടെ ചേർത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൂ വയ്ക്കുമ്പോൾ ഉരുളൻകിഴങ്ങ് മാത്രമായിട്ടും സവാളയും ഉരുളൻകിഴങ്ങും മാത്രമായിട്ടും ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വേറെയും വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ ഇതാണ്ട് ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് 2-ാം പാൽ ഇരുന്നതും കൂടെ ഞാൻ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുകയാണ്. അത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഒരു 2 മുട്ടയാണ് ഞാൻ പുഴുങ്ങി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തത്. നിങ്ങൾക്ക് ഇതിലും ചെറുത് കഷ്ണങ്ങളാക്കാം, ഒന്നുകൂടി വലിയ കഷ്ണങ്ങളാക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ ഒന്ന് കുലുക്കി വേണം മിക്സ് ചെയ്യാൻ. സ്പൂണും തവിയൊക്കെ കൊണ്ട് ഇളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുട്ടയുടെ മഞ്ഞക്കുരു എല്ലാം പൊടിഞ്ഞ് ഫുള്ള് മുട്ടയുടെ ഒരു ടേസ്റ്റ് ആവും. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഇതിലേക്ക് കറിവേപ്പിലയും അല്പം ഗരം മസാലയും നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉരുളൻകിഴങ്ങുണ്ടല്ലോ അതും കൂടെ പൊടിച്ച് ചേർത്തതാണ്. എല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ സമയം ഇട്ടിളക്കണ്ട, വളരെ സ്മൂത്തായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലായിടവും ഒന്ന് ആ തേങ്ങാപ്പാലൊന്ന് ചേർന്ന് വരണം. അതുപോലെ തന്നെ ഇത് ഇനി അധികം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്, നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ചേർക്കാം. ആ മുട്ടയുടെ മഞ്ഞക്കരു അധികം ഉടഞ്ഞു പോയാൽ നമുക്ക് ഈ സ്റ്റൂവിന് ഫുള്ള് ആ മുട്ടയുടെ സ്മെല്ലാവും. അതുകൊണ്ടാണ് കൂടുതൽ ഇളക്കരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാൻ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് ഫൈനൽ ടച്ചിന്. അത് അളവിന് ഇത്ര അളവെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഒരു പ്രത്യേക സ്വാദാണ് ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ. നമ്മൾ കടുകൊന്നും താളിക്കുന്നില്ലല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിനി കുറച്ച് സമയം അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ആ പാത്രം നന്നായിട്ട് ഡ്രൈ ആയതായിരിക്കണം. ഇല്ലെങ്കിൽ വെള്ളമയം ഉണ്ടെങ്കിൽ ഈ സ്റ്റൂ കൂടുതൽ സമയം ഇരിക്കില്ല. അതുപോലെ തന്നെ അത് കുറച്ച് പെട്ടെന്ന് വെള്ളമാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ അങ്ങ് മാറ്റുന്നതാണ് നല്ലത്. അപ്പം നമ്മളെല്ലാം ഇത് കുറേശ്ശെ കോരി ഒഴിച്ച് മാറ്റുന്നതാണ്. ഇങ്ങനെ മൊത്തം എടുത്ത് കമത്തി ഒഴിക്കരുത്, അപ്പോഴും അത് ഒരു നല്ല ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ അടിപൊളി എഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ഇത് അപ്പം നമുക്ക് വറുത്ത പൊടി കൊണ്ട് ഉണ്ടാക്കിയ അപ്പമായിരുന്നു. ഇത് വറുത്ത പൊടി ഇരുന്നതും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. കലക്കി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് പൊങ്ങി കിട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പികളാണ് ഒരു വീഡിയോയിൽ 5 അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.